മലപ്പുറത്ത് ഒരു പ്രൈവറ്റ് ബസ്സിന്റെ അമിത വേഗം ചോദ്യം ചെയ്തതിന് ബസ് ഇടിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പരാതി ഉയരുന്നു. നിലമ്പൂർ സ്വദേശി അഭിഷേകിനും കുടുംബത്തിനുമാണ് ഈ ദുരനുഭവം. PCM എന്ന ബസ്സിനെതിരെയാണ് കുടുംബം പരാതി കൊടുത്തിരിക്കുന്നത്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരും വണ്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരും വിചാരിക്കുന്നത് ഇവരൊക്കെ ഈ വിമർശനത്തിനും പരാതിക്കും അതീതരാണെന്ന്. ഇവരെയൊക്കെ മര്യാദാരാമന്മാരാക്കാൻ എന്നാ നമുക്ക് കഴിയുക? തീർച്ചയായും SKN, ഇതിപ്പോൾ ഈ റോഡിലെ ഈ സ്വകാര്യ ബസിന്റെ അമിത വേഗതയും റാഷ് ഡ്രൈവിംഗും ചോദ്യം ചെയ്തതാണ് ഒരു പ്രകോപനത്തിന് കാരണമായിരിക്കുന്നത്. കാരണം ഇത് നിലമ്പൂർ ചന്തക്കുന്നിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടാവുന്നത്. രാത്രിയോടുകൂടി ഈ PCM എന്നുള്ള ബസ് അത് അമിത വേഗതയും റാഷ് ഡ്രൈവിംഗുമായിട്ട് റോങ് സൈഡിലൂടെ കയറി വരികയായിരുന്നു. അപ്പോൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു ഈ അഭിഷേകും അവരുടെ സഹോദരിയും. അപ്പോൾ ഈ സ്കൂട്ടർ സ്വാഭാവികമായിട്ടും ഇത് ചോദ്യം ചെയ്തു. അതിനുശേഷം ഈ ചന്തക്കുന്നിൽ നിന്ന് കരിമ്പുഴ എത്തുന്നത് വരെ ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ്. ഈ 1 കിലോമീറ്റർ ദൂരം ഈ സ്കൂട്ടറിനെ തൊട്ടില്ല എന്നുള്ള നിലയ്ക്ക്, അതായത് ഇടിക്കുന്നതിന് വേണ്ടി അത്രയും തൊട്ടടുത്ത് ഈ ബസ്സുമായി ഏകദേശം പരാക്രമം കാണിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. ഈ കരിമ്പുഴ എത്തുന്നത് വരെ ഈ ബസ് തൊട്ടുപുറകിൽ തന്നെ വരികയും എയർ ഹോൺ അടിക്കുകയും അതിനുശേഷം ഈ സ്കൂട്ടറിനെ ക്രോസ് ചെയ്ത് വാഹനം നിർത്തുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. അങ്ങനെ ഭീഷണിപ്പെടുത്തുകയും ഇടിക്കാൻ വന്നു എന്നുള്ളതും കാണിച്ചുകൊണ്ടാണ് നിലമ്പൂർ പോലീസിൽ അഭിഷേകും കുടുംബവും പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിക്ക് ശേഷം ഈ സ്വകാര്യ ബസിന്റെ ആളുകളെ വിളിക്കുകയും പോലീസ് അത് താക്കീത് നൽകി വിട്ടയച്ചു എന്നുള്ളതുമാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് കർശനമായിട്ടുള്ള നടപടികൾ വേണം എന്നുള്ളത് കൂടി അഭിഷേക് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ആ വാഹനം സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു, അതല്ലെങ്കിൽ അത്രയും ആളുകൾ നിൽക്കുമ്പോൾ തന്നെ വീട്ടുകാരെയൊക്കെ പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇവരൊക്കെ മാന്യമായിട്ട് പെരുമാറുകയും അവർ ആ സമയത്തൊക്കെ പറയുകയും, പക്ഷേ റോഡിൽ മറ്റൊരു സ്വഭാവവും കാണിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സ്വകാര്യ ബസ്സുകൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നു എന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തന്നെ അത് ഇടിക്കാൻ വരുന്ന അത്രയും ഘട്ടത്തിലേക്ക് കൂടെ എത്തുകയാണ്. ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഒരു വീഡിയോ പകർത്തുകയും ചെയ്തിരിക്കുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.